ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വീവിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. വീവിങ് സ്റ്റിച്ച് നമുക്ക് പലതരത്തിലുള്ള ഫില്ലിങ്ങിന് ഉപയോഗിക്കാം. ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യാൻ, അതുപോലെ ഫ്ലവറിൻ്റെ ബാസ്ക്കറ്റൊക്കെ ഫില്ല് ചെയ്യാൻ വളരെ നല്ലൊരു സ്റ്റിച്ചാണ്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ആദ്യം ആ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അത് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ സ്ട്രോബെറി ഡിസൈൻ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരാവുന്ന പോലെ താഴേക്ക് താത്താം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ ഫ്രെയിം അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം. ലൂസായിരുന്നാൽ ഈ സ്റ്റിച്ച് അത്ര നീറ്റ് ആവില്ല. നല്ല ക്ലോത്ത് നല്ല ടൈറ്റാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഓരോ ലൈൻ കൊടുക്കുന്നതും നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്ത ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. പുറത്ത് മുകളിൽ ഇതുപോലെ കുത്തിത്താത്ത്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ബോക്സ് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് വേണം, എന്നാൽ ഒരുപാട് അകലമാകാനും പാടില്ല. ഇതുപോലെ നമുക്കിത് മുഴുവനും ഫില്ല് ചെയ്യാം. ഇപ്പം ഞാനിത് മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോൺട്രാസ്റ്റ് കളറ് ത്രെഡ് എടുക്കാം. അതും 6 strands തന്നെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമുക്ക് ഇനി ഇങ്ങോട്ടാണ് തയ്ക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടല്ലേ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് തയ്ക്കാം. അപ്പോൾ ഇവിടെ താഴെ ഇതിവിടെ കുത്തി ഇതുപോലെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ടിനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും 1.5 ആയിട്ടുള്ള ത്രെഡുകളുടെ ഇടയിൽ കൂടി ഇത് കോർത്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ കുത്തി എടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ അടിയിലൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ ഈ രണ്ടാമത്തേതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ എടുത്തു. അടുത്ത ത്രെഡ് സ്കിപ്പ് ചെയ്യുക, പിന്നത്തേൻ്റെ ഇടയിൽ കൂടെ എടുക്കും. അങ്ങനെ എടുക്കാനായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് വെച്ചെടുക്കുന്നതാണ് ഒന്നുകൂടി ഈസി. അല്ലെങ്കിൽ നമ്മൾ ത്രെഡിൻ്റെ ഇടയിലോട്ട് കയറിപ്പോവും. ഇങ്ങനെ അടുത്ത് സ്കിപ്പ് ചെയ്യുക, പിന്നത്തേൻ്റെ ഇടയിലെടുക്കുക. ഇങ്ങനെ 1.5 ത്രെഡുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിനെ ഒന്ന് അടുപ്പിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് ഈ കുത്തി വന്നെടുത്ത് ഇവിടെ ഒന്ന് നീഡിൽ താഴേക്ക് താത്തണം. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇനി വീണ്ടും അങ്ങോട്ട് കോർത്ത് പോവുക. അപ്പോൾ ഇവിടെ മുകളിൽ കൂടെ വന്നെടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ അടിയിൽ കൂടെ വരണം. ഇങ്ങനെ വീണ്ടും ഇവിടെ കുത്തിത്താത്തുക. ഓരോ ലൈനും ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതുപോലെ ഇതിൻ്റെ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നേരെയാക്കുക. വീണ്ടും ഇതിൻ്റെ തൊട്ടടുത്ത് കുത്തി മുകളിലേക്ക് എടുക്കുക. തിരിച്ചങ്ങോട്ട് ഇതുപോലെ കോർത്തെടുക്കുക. ഇങ്ങനെ നമുക്കിത് മുഴുവനും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ഇതുപോലെ നീഡിൽ താഴേക്ക് കുത്തിയിറക്കുക. ഫില്ലിങ്ങിന് നല്ലൊരു സ്റ്റിച്ചാണിത്. ഡബിൾ കളർ വരുന്ന പകരം സിംഗിൾ ഷെയ്ഡ് ഇട്ടും നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ വീവിങ് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ടൊരു ഈ ഒരു ചെറിയ സ്ട്രോബെറി ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് റെഡ് ഷെയ്ഡ് എടുത്തിരിക്കുന്ന 6 strands തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തുനിന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ഇതിൽ ചെയ്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ആദ്യത്തെ ലൈൻ ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ സ്ട്രോബെറിയുടെ ഷേപ്പ് വരുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഈ ആദ്യം ഗ്രീൻ ലീവ്സ് ഒരു ലീവ്സ് പോലെ വരുന്നുണ്ടല്ലോ, അത് നമുക്കിപ്പം നോക്കണ്ട. ആ ഷേപ്പിൽ നമുക്ക് ആദ്യം ഇതിങ്ങനെ ഈ വശത്തേക്കുള്ള ലൈനുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് ഇങ്ങോട്ടുള്ളത് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ സെയിം ത്രെഡ് തന്നെ അതിന് യൂസ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ കോർത്തെടുക്കുക. ഇതുപോലെ ഈ അറ്റം വരെ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. ആ ഡിസൈൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം നമ്മളിത് കോർത്തെടുക്കാൻ. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് നീഡിൽ താഴേക്ക് കുത്തിയെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഈ മുകളിലത്തെ ഈ ഒരു ചെറിയ സ്റ്റെമ്മും ചെറിയൊരു ലീഫ് പോലെ ഉണ്ടല്ലോ, അതും കൂടെ തയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്താൽ മതി. 6 strands ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വരുന്നത് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ കുത്തി എടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു ഷേപ്പ് വരാവുന്ന പോലെ ഇതുപോലെ വെറുതെ കുത്തി അങ്ങ് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ സ്ട്രോബെറിയിൽ വരുന്ന ചെറിയ ഡോട്ട്സ് ഉണ്ടല്ലോ, അത് ചെയ്യാം. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ത്രെഡ് എടുത്തേക്കുന്നത്. ഒരു 3 strands എടുത്തിട്ടുള്ളൂ. നമുക്ക് അവിടെ ചെറിയ ഡോട്ടുകൾ കൊടുക്കാം. അതിന് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ ഫ്രഞ്ച് നോട്ടുകൾ അവിടെ ഇവിടെയും കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഈ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പ് ശരിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും ഒരു ബാക്ക് സ്റ്റിച്ചോ എല്ലാം കൊണ്ടൊരു ഔട്ട്ലൈനും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.